ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാ പേർക്കും വെൽക്കം ടു അവർ ചാനൽ. പൊതുവെ പൂച്ചെടികൾക്കിടയിൽ കുറച്ച് കൂടുതൽ തന്നെ റോയൽ ഇമേജ് ഉള്ളവരാണ് ഓർക്കിഡ്സ്. അതിനുള്ള കാരണങ്ങളും ഒരുപാടുണ്ട്. പ്രധാനമായും എത്ര കണ്ടാലും മതിയാകാത്ത നിറങ്ങളിൽ രൂപങ്ങളിലും ഉള്ള അവരുടെ വൈവിധ്യം. കുറച്ച് നമ്മൾ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേടാകാതെ നിൽക്കുന്ന പൂക്കൾ, ഇലകൾ, ചെടികൾ എല്ലാം തന്നെ മറ്റു ചെടികളെ അപേക്ഷിച്ച് കുറച്ച് പ്രയാസമേറിയ പ്രൊപ്പഗേഷൻ രീതി ഇവയെല്ലാം തന്നെ ഇവരെ വ്യത്യസ്തരാക്കുന്നുണ്ട്. വിലയുടെ കാര്യത്തിലാണെങ്കിലും ഇവരിത്തിരി മുൻപന്തിയിലാണ്. മെച്ചറായ പ്ലാന്റ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള വിലകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചെറിയ വിലക്ക് ലഭിക്കുന്ന തൈകൾ വാങ്ങി വളർത്തി പൂടുന്നതുവരെ കാത്തിരിക്കാമെന്ന് കരുതാനാണെങ്കിൽ അതിനുള്ള ക്ഷമ പലർക്കും ലഭിച്ചെന്നും വരില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള ചെടികളുണ്ട്, പൂച്ചെടികളും ഇലച്ചെടികളും എല്ലാം തന്നെ. കൂട്ടത്തിൽ കുറച്ച് ഓർക്കിഡ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുമുണ്ട്. ഓർക്കിഡ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതിനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങളെപ്പോലെ തന്നെയാണ് ഇത് രീതിയിൽ തന്നെ ആഗ്രഹിച്ചിട്ട് ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഓരോ ചെടിയും കൈ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള നല്ലതും പൊട്ടയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുതിയ ചെടികൾ വാങ്ങുമ്പോൾ അത് എങ്ങനെ വളർത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. അത് എല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്നേക്കാൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അവർക്ക് ചിലപ്പോൾ വേറെ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ തുടക്കക്കാരായ നിങ്ങളെ ചെറിയ രീതിയിൽ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. ഓർക്കിഡ് വെറൈറ്റീസിനെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ അവർ കുറച്ച് VIPs ആണ്. അവരെ വേണ്ട രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും മൈൻഡ് ചെയ്യാതെ അങ്ങനെ കുറച്ച് നാളിരിക്കും. പൊതുവെ ഓർക്കിഡ്സിൻ്റെ വളർച്ച കുറച്ച് സ്ലോ ആണ്. നട്ട് കഴിഞ്ഞ് അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ച ഒന്നും മറ്റു ചെടികളെ പോലെ നമുക്ക് ഇവരിൽ വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല. വളരെ പതുക്കെയാണ് അവരിൽ പുതിയ വേരുകളും പുതിയ മുകുളങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെയും ഒരുപാട് നാൾ കാത്തിരുന്നാലേ പൂടാനുള്ള ഒരു സ്പൈക്ക് നമുക്ക് കാണാൻ കിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓർക്കിഡ്സ് മെരുങ്ങി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പൊതുവെ തുടക്കക്കാരാണെങ്കിൽ നമുക്ക് വാങ്ങി വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം. ഇത് നമ്മൾ ഇന്ന് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൂക്കളില്ലേ, ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കെയർ ചെയ്ത് പൂക്കൾ വിരിഞ്ഞ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ തന്നെ സീഡ്ലിംഗ് സ്റ്റേജിൽ വാങ്ങി കെയർ ചെയ്ത് മെച്ചുറായി പൂക്കൾ വിരിച്ചെടുത്തിട്ടുള്ളവരാണ്. ഓർക്കിഡ്സ് വെറൈറ്റീസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എണ്ണാവുന്നതിൽ കൂടുതൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് ചെടികൾ ഉണ്ടായിരിക്കാം. അതിൽ തന്നെ നമ്മൾ വീട്ടിൽ നട്ടുവളർത്തുന്ന ഇത്തരം ഭംഗിയുള്ള പൂക്കളുള്ളവയും പിന്നെ സ്പെഷ്യലായിട്ടുള്ള സ്പീഷ്യസുകൾ, അതിലത്രക്ക് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അത് മാത്രം കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ കളർഫുള്ളായിട്ട് ഇതേപോലെ വീടുകളിൽ നമ്മൾക്ക് നട്ടുവളർത്താൻ പറ്റുന്ന ചെടികളെ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും ബേസിക് ആയതും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ സീഡ്ലിങ്സ് ആയാലും അല്ലെങ്കിൽ മെച്യൂറായിട്ടുള്ള പ്ലാന്റ് ആയാലും വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഈ ഡെൻഡ്രോബിയം വെറൈറ്റി. അപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഈ രീതിയിലുള്ള ഏറ്റവും ബേസിക്കായ കുറഞ്ഞ വിലയിൽ വാങ്ങാവുന്ന പ്ലാന്റ്സ് ആദ്യം സ്വന്തമാക്കുക. പിന്നെ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് സീഡ്ലിങ്സ് ലഭിക്കുമെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടിംഗ് സിസ്റ്റമുള്ള പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് സീഡ്ലിങ്സ് വാങ്ങി ഒരുപാട് വർഷം വളർത്തി പിന്നെ അത് പൂടുന്നവരെ കാത്തിരിക്കാതെ ഹെൽത്തിയായി 1-2 മെച്യൂർഡ് അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങി പരിപാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ഏതുതരം പൂവാണ് അല്ലെങ്കിൽ ഏതുതരം പൂക്കളാണെങ്കിലും തുടർന്ന് വരുന്ന ഫ്ലവറിങ് സീസണിൽ നമുക്ക് സ്പൈക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ബേസിക് ഫ്ലവറിംഗ് ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടിരുന്നാലും മതി. പിന്നെ വാട്ടറിങ്. ഡെൻഡ്രോബിയം വെറൈറ്റി അത്ര എളുപ്പത്തിൽ ചീച്ചിൽ ബാധിക്കുന്ന ഒരു പ്ലാന്റ് അല്ല. അതുകൊണ്ട് തന്നെ ചെടിക്ക് ആവശ്യമായ വാട്ടർ സ്പ്രേ ചെയ്ത് നൽകാവുന്നതാണ്. അഥവാ ഏതെങ്കിലും കാരണത്താൽ ചെറിയ അഴുകൽ സാധ്യത കണ്ടാൽ തന്നെ സാഫ് അതുപോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാഫൊക്കെ എപ്പോഴും കയ്യിൽ കരുതുക. പൂക്കളും ചെടികളും ഭംഗിയായിട്ടിരിക്കാനായിട്ട് എപ്പോഴും അനുയോജ്യമായ സൂര്യപ്രകാശം നൽകാൻ ശ്രദ്ധിക്കണം. എങ്കിൽ തന്നെയും ഡെൻഡ്രോബിയം വളരെ അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ചെറിയ രീതിയിലുള്ള പ്രകാശം കൂടിയാലും കുറഞ്ഞാലും ഒന്നും അത് വലിയ പരിഭവം കാട്ടാൻ സാധ്യതയില്ല. എന്നാൽ കത്തുന്ന വെയിലത്തൊക്കെ വെച്ചാൽ ഇലകൾ പൊള്ളിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. സാധാരണയായിട്ട് തൊണ്ടിൽ പിടിപ്പിച്ച രീതിയിലായിരിക്കും നമുക്ക് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ കിട്ടുക. ഇത് റൂട്ട്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ്, വെള്ളമൊന്നും അതിലും കെട്ടാത്ത രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് അതിനുള്ള പോട്ടി മിക്സായ വുഡ്, ചാർക്കോൾ, ചകിരി ഇത് ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പോട്ട് ചെയ്യാം. എന്നാൽ ഹെൽത്തി അല്ലാത്ത റൂട്ടാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ മാറ്റിയിട്ട് നല്ലൊരു പോട്ടി മിക്സിലേക്ക് നമ്മൾ മാറ്റി നടുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പൂക്കൾ ഇടുന്ന സ്റ്റേജിലുള്ള പ്ലാന്റാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ്ങിനുള്ള NPKയും അത് അല്ല സീഡ്ലിംഗ് ആയിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗ്രോത്തിനുള്ള NPKയും നമ്മൾ വീക്ക്ലി 2 അല്ലെങ്കിൽ വീക്ക്ലി 1 നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളം സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിലും കോൺസെൻട്രേഷൻ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞ കോൺസെൻട്രേഷനിൽ കൂടുതൽ തവണ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പൂക്കളുള്ള സമയത്ത് വെള്ളമായാലും വളമായാലും സ്പ്രേ ചെയ്യുമ്പോൾ അധികം പൂക്കളിൽ വീഴാതിരിക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ പൂക്കൾ പെട്ടെന്ന് നശിച്ചു പോകാതെ ഇരിക്കും. സ്പൈക്ക് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം
കാര്യമാണ് കീടങ്ങളുടെ ആക്രമണം. ഈ സമയത്ത് ഒച്ചുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാണികളൊക്കെ ഇതിൻ്റെ മുട്ടുകളും കൂമ്പുകളും ഒക്കെ തിന്ന് നശിപ്പിക്കാൻ വരാറുണ്ട്. അത് ഒരു സന്ധ്യ ആവുന്ന സമയത്ത് നമ്മൾ ഈ ചെടികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൈയോടുകൂടി പിടിച്ച് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സ്നെയിൽ കില്ല് പോലെയുള്ള പെല്ലറ്റ്സ് കിട്ടും. ഇത് വാങ്ങി നമ്മൾ ചെടിയുടെ അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നെയിൽസ് അത് വന്ന് കഴിച്ച് നശിച്ചു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റ് വെറൈറ്റികളെ അപേക്ഷിച്ച് കുറച്ച് വില കുറവാണെന്ന് പറഞ്ഞെങ്കിലും തന്നെ ഇതിൻ്റെ ഭംഗിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ ഏറ്റവും എളുപ്പത്തിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇവർ തന്നെയാണ് നമുക്ക് തരാറുള്ളത്. ഈ സീഡ്ലിങ്സ് വരുമ്പോൾ അത് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് പുതിയ രീതിയിൽ നമ്മൾ പുതിയ പോട്ടിലേക്ക് നടുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിഗിനർ എന്ന നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെ വീട്ടിൽ ഓർക്കിഡ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡെൻഡ്രോബിയം 1-2 പ്ലാന്റ് വാങ്ങി നടുക. എപ്പോഴും വൃത്തിയായിട്ടുള്ള കാര്യമായിരിക്കും. ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് കാണാം. ഓക്കെ, ബൈ.